കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ യോഗം പ്രതിപക്ഷ പ്രതിഷേധത്തിന് പിന്നാലെ പിരിഞ്ഞു. കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ കോർപ്പറേഷനിലെ ഓവർസിയർ സ്വപ്നയെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി മേയർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. അതിനെ കൈക്കൂലി കേസിൽ അറസ്റ്റിലായ സ്വപ്നയെ മേയർ സസ്പെൻഡ് ചെയ്തു. നമ്മുടെ നഗരത്തിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ഒരു ഉദ്യോഗസ്ഥ പിടിക്കപ്പെട്ടു. അവരുടെ പേരിൽ സസ്പെൻഷൻ നടപടി എടുത്തു. കൂടുതൽ ശക്തമായ നടപടിക്ക് നമ്മൾ ഡയറക്ടറേറ്റിലേക്ക് അയച്ചു. ഞാൻ ഈ കൗൺസിലിൽ ഞാനും ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും നിങ്ങളും സ്വാഭാവികമായി പ്രതീക്ഷിക്കുക വളരെ ഗൗരവമായ ഒരു ചർച്ചയാണ്. ആ ഗൗരവമായ ഒരു ചർച്ചയാണോ അവർ നടത്തിയതെന്ന് മാധ്യമങ്ങൾ പരിശോധിക്കണം എന്നാണ് എൻ്റെ ആദ്യത്തെ വളരെ വിനീതമായ ഒരു അഭ്യർത്ഥന. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു ഉദ്യോഗസ്ഥരോടും പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്നുള്ള നിലയിൽ യാതൊരു കാരണവശാലും അനധികൃതമായ ഒരു കാര്യം ചെയ്യണം എന്ന് പറയില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് പറയുകയുമില്ല. എനിക്ക് മീഡിയയോട് പറയാനുള്ളത്, വിജിലൻസിൻ്റെ നടപടിക്രമങ്ങൾ സുതാര്യമായി നിർഭയമായി അവർ തുടരട്ടെ എന്നുള്ളതാണ്. കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിലും അവർക്ക് തുടരാം അന്വേഷണം. ഈ സംസ്ഥാനത്തെ ടൗൺ പ്ലാനിങ്ങിൻ്റെ വിജിലൻസ് ഉണ്ട്. ടൗൺ പ്ലാനിങ്ങിന് സ്വന്തമായൊരു വിജിലൻസ് വിഭാഗമുണ്ട്. ഈ പറയുന്ന ഏജൻസികൾക്കെല്ലാം വളരെ കൃത്യമായി തന്നെ അത് തുടരുന്നതിൽ നമ്മൾ ആരും തടസ്സം നിൽക്കുന്നില്ല എന്നതാണ് എനിക്ക് പൊതുവായി സൂചിപ്പിക്കാനുള്ളത്. സിജോ ബി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, ഈ സ്വപ്നയുടെ വിഷയം എങ്ങനെയാണ് പ്രതിപക്ഷം എടുക്കുന്നത് അവിടെ? കഴിഞ്ഞ 4 മാസത്തിനിടെ 5 ഉദ്യോഗസ്ഥരാണ്, കൊച്ചി കോർപ്പറേഷനിലെ 5 ഉദ്യോഗസ്ഥരാണ് കൈക്കൂലി കേസിൽ അറസ്റ്റിലായത്. ഏറ്റവും ഒടുവിൽ 2 ദിവസങ്ങൾക്ക് മുന്നേ സ്വപ്ന എന്ന ഉദ്യോഗസ്ഥ അറസ്റ്റിലാകുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷാംഗങ്ങൾ രംഗത്തെത്തിയത്. ഇന്ന് കൗൺസിൽ യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷാംഗങ്ങൾ വരികയുണ്ടായി. അതിനുശേഷമാണ് കൗൺസിൽ യോഗം ആരംഭിച്ചതിന് പിന്നാലെ പ്രതിഷേധവുമായി നടുത്തളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മേയർ രാജിവെക്കണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ മേയർ ഈ രാജി ആവശ്യം തള്ളി. കുറ്റക്കാരായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥയെ പോലും സർവീസിൽ തുടരാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യമാണ് മേയർ ഉറപ്പ് നൽകിയതിന്. അതിനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം വിജിലൻസിന് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, കോർപ്പറേഷനിലെ തന്നെ ഇന്റേണൽ വിജിലൻസ് വിഭാഗവും കർശനമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതായും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഈ പല പേപ്പറുകളും ഇവിടുന്ന് കിട്ടേണ്ട സർട്ടിഫിക്കറ്റുകളും സമയബന്ധിതമായി കൊടുക്കാതെയാണ് പല ഉദ്യോഗസ്ഥരും ഇത്തരത്തിൽ കൈക്കൂലി ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഓരോ പേപ്പറുകളും സർട്ടിഫിക്കറ്റുകളും ലഭ്യമാകുന്നതിന് എത്ര നാളത്തെ സമയം എടുക്കണമെന്ന കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയതായി അദ്ദേഹം വ്യക്തമാക്കി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരം നടപടികളിലൊന്നും കോർപ്പറേഷൻ്റെ മേയറുടെ വാഗ്ദാനങ്ങളിലൊന്നും പ്രതിപക്ഷാംഗങ്ങൾ സംതൃപ്തരായില്ല. അവർ വീണ്ടും നടത്തിലിറങ്ങി. ഇതിനെ തുടർന്ന് ഇന്നത്തെ നഗരസഭാ കൗൺസിൽ യോഗം നേരത്തെ തന്നെ അവസാനിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് വരികയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിക്കുന്ന ഒരു കാര്യം, മേയറുടെ അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്നതെന്നുള്ളതാണ്. രാഷ്ട്രീയ നേതൃത്വമാണ് ഇത്തരത്തിൽ പണം വാങ്ങുന്നത്. അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉദ്യോഗസ്ഥർ പണം ഭരിക്കുക എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. ശരി സിജോ.